सिमर सुख पाता है, मन गीत खुशी के गाता है। प्यारे बाबा प्यार तुम्हारा, प्यारे बाबा प्यार तुम्हारा, सोए भाग्य जगाता है। सिमर सिमर सुख पाता है। रोम रोम पुलकित हो उठता, पावन पावन यादों से। जीवन मधुर मधुर बन जाता, ज्ञान की मीठी भान से दूर गगन में दिल को उड़ा, दूर गगन में दिल को उड़ा ले जाता है। प्यारे बाबा प्यार तुम्हारा, प्यारे बाबा प्यार तुम्हारा, सोए भाग्य जगाता है। सिमर सिमर सुख पाता है, मन गीत खुशी के गाता है। ओम शांति। पदा उयर्तुल्यान, शिवपदा उयर्तुल्यान, शिव का सदा होगा सम्मान, सर्व का पिता वो शिव भगवान, शिव का ज्ञान करे कल्याण। शिव का झंडा ऊंच महान, शिव का सदा होगा सम्मान, सर्व का पिता वो शिव। ഭാവിച്ചിരിക്കുന്ന എന്താ നിങ്ങൾ എൻ്റെ കുട്ടികൾ നമ്പർ വൈസ് ആയിരിക്കണം ഈ കാര്യത്തിൽ. വിധാതാവും ഒന്നാണ്, വിധിയും ഒന്നാണ്, പിന്നെ വ്യത്യാസം. വ്യത്യാസം മക്കൾക്ക് വ്യത്യാസം വരാൻ എന്താ കാരണം? യോഗ്യരാണ്. യോഗത്തിന്റെ ശക്തി പ്രയോഗം ചെയ്യുന്നതിൽ ബാബ. വെൽക്കം ഡാൻസ് ബൈ കുമാരി വൃന്ദ എസ് ജ്യോതിഷ്. നാം ശിവന്തൻ സുന്ദര രൂപം സമതുലന സർവശക്ത മംഗളഭാവം. വിശ്വകർമ്മ സർവീസ് സൊസൈറ്റി ശാഖയുടെ പ്രസിഡന്റ് ശ്രീ കെ ആർ രവീന്ദ്രൻ അവர்கள்
രാജയോഗി ബ്രഹ്മകുമാർ ശിവകുമാർ ചെന്നൈ, രാജയോഗി ബ്രഹ്മകുമാർ മദൻ ഭായ് ചെന്നൈ എന്നിവരെ ഒരു അനൗൺസ്മെന്റ് ഉണ്ട്. എല്ലാവരും നന്നായി കൈയടിച്ച് ഈ കൊച്ചു കലാകാരിയെ പ്രോത്സാഹിപ്പിക്കുക. സത്യം ശിവം സുന്ദരം സംസാരസാരം അഭയങ്കരം ദുഃഖഹരം കരുണാവതാരം ജ്യോതിർമയം സ്വയംഭു പ്രകൃതി സുതാരം ശിവസ്മരാമി ജഗത് സ്വാമി നിർവികാരം. ശ്രീ ചിറ്റയം ഗോപകുമാർ അവരുകൾ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ വളരെ സ്നേഹത്തോടുകൂടി ആദരവോടുകൂടി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. എല്ലാവരും നന്നായി കൈയടിച്ച് ഇദ്ദേഹത്തെ സ്വാഗതം ചെയ്യും. ഇന്നത്തെ ഈ സുദിനത്തിൽ ബ്രഹ്മകുമാരീസിലെ അംഗങ്ങൾ മെജോറിറ്റി എല്ലാവരും ഉണ്ട് അറിയാം. എന്നാലും ബ്രഹ്മകുമാരീസിനെ കുറിച്ച് ഒരു ഹ്രസ്വമായ പരിചയം നൽകാം. ബ്രഹ്മകുമാരീസ് ഈശ്വര വിശ്വവിദ്യാലയം ഗ്ലോബൽ ഓർഗനൈസേഷനാണ്. മുഴുവൻ ലോകത്തിൽ 147 രാജ്യങ്ങളിൽ ബ്രഹ്മകുമാരീസ് ഈശ്വര വിശ്വവിദ്യാലയം വളരെ ഊർജ്ജസ്വലമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെ മനസ്സിലാക്കാൻ പറ്റും ബ്രഹ്മകുമാരീസിലെ അധ്യയനം, ഇവിടെ പഠിപ്പിക്കുന്ന ധ്യാനം, ഇത് രണ്ടും ജാതിമത ഭേദമന്യേ സംസ്കാരം, രാഷ്ട്രം, ഭാഷ തുടങ്ങിയ ഭേദമന്യേ എല്ലാവർക്കും ഉൾക്കൊള്ളാൻ സാധിക്കുന്ന ഒന്നാണ്. എല്ലാവർക്കും പ്രാവർത്തികമാക്കാൻ സാധിക്കുന്ന കലയാണ് ബ്രഹ്മകുമാരീസ് നൽകുന്ന ആധ്യാത്മിക ജ്ഞാനവും രാജയോഗ ധ്യാനവും. ഇതിന്റെ ഗ്ലോബൽ ഹെഡ്ക്വാർട്ടേഴ്സ് രാജസ്ഥാൻ സ്റ്റേറ്റിലുള്ള മൗണ്ട് അബൂലാണ് നിലകൊള്ളുന്നത്. ഭാരതം സ്പിരിച്വൽ ആധ്യാത്മികതയുടെ കളിത്തൊട്ടിലാണ്, ക്രാഡിലാണ് എന്നോ ലോകം വാഴ്ത്തി പാടിയിട്ടുണ്ട്. ആ മഹദ്വചനത്തെ അന്വർത്ഥമാക്കുന്ന സംഘടനയാണ് ബ്രഹ്മകുമാരീസ്. ബ്രഹ്മകുമാരീസിന് പലതവണ നൽകിയിട്ടുണ്ട്. ഏകദേശം 15 ലക്ഷം കുടുംബങ്ങൾ ബ്രഹ്മകുമാരീസ് പ്രദാനം ചെയ്യുന്ന ആധ്യാത്മിക ജ്ഞാനം, മെഡിറ്റേഷനും ഈ ബ്രഹ്മകുമാരീസ് നൽകുന്ന ആധ്യാത്മികമായിട്ടുള്ള സംസ്കാരവും പ്രാവർത്തിക്കുകയാണ്. ദീനകൻ സ്വാഗതം. നമ്മുടെ ഇന്നത്തെ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ലഭിച്ചിരിക്കുന്ന വിശിഷ്ട അതിഥി, നമ്മുടെ എല്ലാവരുടെയും സ്നേഹത്തിനും ബഹുമാനത്തിനും പാത്രമായ നമ്മുടെ കേരള രാഷ്ട്രീയത്തിന്റെ, നമ്മുടെ കേരളത്തിന്റെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ ഡെപ്യൂട്ടി സ്പീക്കർ ശ്രീ ചിറ്റയം ഗോപകുമാർ അദ്ദേഹമാണ്. അദ്ദേഹത്തിന്റെ ഭാഷയിൽ ബഹുമാനത്തോടുകൂടി ഞാൻ സ്വാഗതം ഓതുകയാണ്. സ്വാഗതം സർ, സ്വാഗതം. സ്വാമിജിയെ വളരെ ബഹുമാനത്തോടെ സംബോധിച്ച സ്വാമിജി അങ്ങേക്ക് സ്വാഗതം, സുസ്വാഗതം. ഹർഷം ക്ഷണിക്കുന്നു. ഇത് സദസ്സിലിരിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു സ്വാഗതം കൂടിയാണ്. എല്ലാവരും നന്നായി കൈയടിച്ചുകൊണ്ട് വേദിയിൽ അലങ്കാരങ്ങളായിരിക്കുന്ന വ്യക്തികൾക്ക് നമുക്ക് സ്വാഗതം ആശംസിക്കാം. കൈകളടിച്ചുകൊണ്ടേയിരിക്കാം. കൈയടിക്കുന്നത് ആരോഗ്യത്തിനും നല്ലതാണ്. കൈയടിച്ചുകൊണ്ട് നിങ്ങളുടെ സാന്നിധ്യം സദസ്സിൽ അറിയിച്ചുകൊണ്ടേയിരിക്കും. ബ്രഹ്മകുമാരി സഹോദരിമാർക്ക് നന്ദി. Om Shanti. Once again, all of us will come together and say the word Om Shanti. Distinguished guests on the dais,
Sri Chittayam Gopakumar, Deputy Speaker, Kerala Assembly, and other distinguished, experienced guests on the dais, divine brothers and sisters before me. Good afternoon to everyone. Good afternoon. Okay, today we have gathered here today for the program Ujjwal Bharat through spiritual empowerment. നമ്മളെല്ലാവരും ഇന്ന് ഒന്നിച്ചു കൂടിയിരിക്കുന്നത് ഉജ്ജ്വല ഭാരതം ആത്മീയ ശാക്തീകരണത്തിലൂടെ എന്ന പരിപാടിക്കാണ്. In the beginning, I would like to bring to the remembrance of everyone that during this month of January, beginning of the new year, Honorable President of India visited the global headquarters of Brahma Kumaris at Mount Abu. Many of you must have seen the program live also, and we are proud to say that this full year we will be following in the same theme, Rise in Bharat through spiritual empowerment. ഒരു കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഈ വർഷം ജനുവരിയുടെ ആരംഭത്തില് ന്യൂ ഇയർ സമയത്ത് നമ്മുടെ ഗ്ലോബൽ ഹെഡ് ക്വാർട്ടേഴ്സ് ആയ മൗണ്ട് ആബുവില് നിങ്ങൾ എല്ലാവരും നേരിട്ട് അല്ലെങ്കിൽ ലൈവായിട്ട് കണ്ടിട്ടുണ്ടാകും. നമ്മുടെ എല്ലാം ആദരണീയയായ പ്രസിഡന്റ് നമ്മുടെ മൗണ്ട് ആബു ഗ്ലോബൽ ഹെഡ് ക്വാർട്ടറിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഈ ഉജ്ജ്വല ഭാരതം ആത്മീയ ശാക്തീകരണത്തിലൂടെ എന്ന പ്രോജക്റ്റിന്റെ ഉദ്ഘാടനം ചെയ്തു. ഈ വർഷം ആ ഒരു പ്രോജക്റ്റ് വെച്ചിട്ടായിരിക്കും നമ്മുടെ എല്ലാ പരിപാടികളും നടക്കുക. I was thinking about the land of Bharat, the country of India. We are all so fortunate to be Bharatvasis today. നോക്കൂ, നമ്മുടെ ഭാരതം, നമ്മുടെ ഇന്ത്യ, നമ്മളെല്ലാവരും വളരെ ഭാഗ്യശാലികളാണ്. നമ്മൾ ഭാരതവാസികൾ എന്ന് പറയാൻ അഭിമാനിക്കുകയാണ്. Actually, when we go through the history of India, global history also we go through, the Indian culture of values and family values particularly is very much there since ancient days, and we are practicing today also. ഓക്കെയുടെ ചരിത്രത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ വിശ്വത്തിന്റെ തന്നെ ചരിത്രത്തിൽ നോക്കുമ്പോൾ നമ്മുടെ ഭാരതത്തിന്റെ സംസ്കാരം, മൂല്യങ്ങൾ, ഫാമിലി, കുടുംബ ജീവിതം, ഇതെല്ലാം ഭാരതത്തിന്റെ പഴയ ഒരു രീതി ഇന്നും അത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. When we remember our heroes of Indian society, it may be the freedom struggle, it may be the scientific revolutions, it may be the agricultural revolutions. Our forefathers who have sown the seed of progress and development, we have come a long way today and become one of the developed nations of the world. ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ, നമ്മുടെ ഭാരതം ഓർമ്മിച്ച് നോക്കുകയാണെങ്കിൽ, ഭാരതം സ്വർണിമ ഭാരതമായിരുന്നു. നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തില് ഏർപ്പെട്ടവര്, അവരെ കുറിച്ച് നോക്കുകയാണെങ്കിലും, സയൻസിനെ കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിലും, നമ്മുടെ ഭാരതത്തിലെ അപ്പൂപ്പന്മാരെ കുറിച്ചൊക്കെ നോക്കുകയാണെങ്കിലും വളരെ പ്രോഗ്രസ് ഉണ്ട്. ഇന്ന് നമ്മുടെ ഭാരതം വളരെ ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു രാജ്യമായി മാറിയിട്ടുണ്ട്. ഇതിന് നന്ദി. അതോടൊപ്പം തന്നെ മലയാളത്തിൽ തർജിമ ചെയ്തു തന്ന രാജയോഗിനി ബ്രഹ്മകുമാരി ഉഷ ബെനർജിക്ക് ഹൃദയത്തിന്റെ നന്ദി. സദാ പ്രകാശത്തിലേക്ക് രമിച്ചുകൊണ്ടിരിക്കുന്ന നാടാണ് ഭാരതം. തമസോമ ജ്യോതിർഗമയ, ഇരുട്ടിൽ നിന്നും സദാ പ്രകാശത്തിലേക്ക് നമ്മെ നയിക്കണമേ എന്ന് നാം പരമപ്രകാശമായ പരമാത്മാവിനോട് എല്ലാ ദിവസവും പ്രാർത്ഥിക്കാറുണ്ട്. ആ ജ്യോതി സ്വരൂപനെ, ഈ പ്രപഞ്ചത്തിന്റെ നാഥനായിരിക്കുന്ന പ്രകാശമായ പരമാത്മാവിനെ ഒരിക്കൽ കൂടി സ്മരിച്ചുകൊണ്ട്
ഈ ചടങ്ങിന്റെ വിധിപൂർവ്വം ഉദ്ഘാടന കർമ്മം നിർവഹിക്കപ്പെടുവാൻ പോവുകയാണ്. എല്ലാവരും അവരവരുടെ സ്ഥലത്ത് ഇരുന്നാൽ മതി. വേദിയിൽ സന്നിധരായിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളും ശിവധ്വജം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വിജയത്തിന്റെ കൊടി പറപ്പിക്കുന്ന മനോഹര ദൃശ്യം നമുക്ക് ആസ്വദിക്കാം. ഇത് നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ പറക്കുന്ന ദൃഢതയുടെ കൊടിയാണ്, വിജയത്തിന്റെ കൊടിയാണ്. പ്രസ്ഥാനത്തിന്റെ എന്റെ നിയോജക മണ്ഡലത്തിലെ എല്ലാ പരിപാടിയിലും കൃത്യമായി ക്ഷണിക്കുകയും പങ്കെടുക്കുകയും ചെയ്യുന്ന ആളാണ്. ചങ്ങനാശ്ശേരി എനിക്ക് ഏറ്റവും സുപരിചിതമായ സ്ഥലമാണ്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഞാനിവിടെ സ്ഥാനാർത്ഥിയായിരുന്നു. അവർ ഇവിടെയുള്ള എല്ലാവരെയും വ്യക്തിപരമായി എനിക്ക് അറിയാവുന്നതാണ്. ഒന്നുകൂടെ നിങ്ങളെ നേരിൽ കാണാൻ പറ്റും എന്നുള്ളതുകൊണ്ടാണ് ഇന്ന് ആ ചടങ്ങിൽ പങ്കെടുക്കാമെന്ന് ഞാൻ പറഞ്ഞത്. ഇവിടെ അധ്യക്ഷ പ്രസംഗം നടത്തി ഓരോ മനുഷ്യനും എങ്ങനെയായിരിക്കണം ജീവിക്കേണ്ടത്, നമ്മുടെ ഭാരതത്തിന്റെ അവസ്ഥ എന്താണ്, നമ്മുടെ സംസ്കാരം എന്താണ്, നമ്മുടെ സംസ്കൃതി എന്താണ്, നമ്മളെല്ലാം എങ്ങനെയാണ് കുടുംബജീവിതം നയിക്കേണ്ടത് എന്നൊക്കെ വളരെ വിശദമായി ഇവിടെ സൂചിപ്പിച്ചു കൊണ്ടിരിക്കുക. അപ്പോഴാണ് എന്റെ മനസ്സിൽ ഈ കുടുംബജീവിതം നയിക്കുന്നതിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോഴാണ് ഓരോ മനുഷ്യന്റെയും മനസ്സിലുള്ള ആശങ്ക, സ്ട്രെസ്, അതുമായി ബന്ധപ്പെട്ട മനുഷ്യന്റെ മനസ്സിലുള്ള പ്രയാസങ്ങൾ, ആത്മഹത്യാ പ്രവണത, ഒരു മനുഷ്യനെ ബാധിക്കുന്ന എല്ലാ പ്രശ്നങ്ങളെയും സംബന്ധിച്ച് സ്വാമിജിയുടെ സൂചിപ്പിച്ചു. എങ്ങനെയാണ് നമ്മൾ സ്വർഗത്തിൽ പോകുന്നത്, സ്വർഗീയ സുഖം എങ്ങനെയാണ് ലഭിക്കുന്നത് അതും പറഞ്ഞു. ഇനി ഞാനെന്ത് പറയണം എന്ന ഒരാശങ്കയിലാണ് ഞാൻ. എന്താണ് സ്വർഗം? സ്വർഗം എന്ന് പറയുന്നത് ഏതവസ്ഥയാണ്? ഹിന്ദു പുരാണം അനുസരിച്ച് ഇത് കലിയുഗമാണ്. ദ്വാപരയുഗം, ത്രേതായുഗം, കലിയുഗം, ഇത് കഴിഞ്ഞാൽ എന്താണ്? സത്യയുഗം. അപ്പം സത്യയുഗത്തിലാണ് മനുഷ്യനും മൃഗങ്ങളും ജീവജാലങ്ങളും എല്ലാം ഒരുപോലെയാണ്. അന്ന് അവിടെ ശത്രുതയില്ല. ഇപ്പൊ എല്ലാവരും പരസ്പര ശത്രുതയിലാണ് കലിയുഗത്തിൽ. ഇപ്പൊ കലിയുഗത്തിൽ ഒരാളുടെ സ്വർഗത്തിൽ പോകാൻ കഴിയില്ല. കാരണം എല്ലാവരുടെയും മനസ്സിന് ആശങ്കയാണ്. അച്ഛനും അമ്മയും സ്നേഹമില്ല, മക്കളും അച്ഛനും സ്നേഹമില്ല, ഭാര്യയും ഭർത്താവും സ്നേഹമില്ല. എങ്ങനെയാണ് കുടുംബം പിന്നെ സന്തോഷത്തോടെ പോകുന്നത്? ഈശ്വരീയ വിശ്വവിദ്യാലയത്തിന്റെ ഈശ്വരീയ ഉപഹാരം സമർപ്പിക്കുന്നു.
ആദരണീയായ രാജയോഗിനി ബ്രഹ്മകുമാരി ബീന ബെനർജി. ഇന്നലെ ഞാൻ ഇവിടെ അറിയിച്ചു, തീർച്ചയായും എന്ത് തടസ്സങ്ങളുണ്ടായാലും ഞാനിവിടെ എത്തും എന്ന് മാത്രം ഞാൻ വാക്ക് കൊടുത്തിട്ടാണ് പോയത്. അതിന് ഉത്തരവാദമാണ് ഇന്നത്തെ പെങ്ങളുടെ മകളുടെ കല്യാണം ഉണ്ടായിട്ട്. അപ്പൊ ഞാൻ മോളോട് തന്നെ പറഞ്ഞു, മോളെ ഞാൻ ഇവിടെ പോയിട്ടേ വരത്തുള്ളൂ, മോള് ഭർത്താവിന്റെ വീട്ടിലേക്ക് യാത്രയാക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ എത്തും എന്ന് ഉറപ്പിച്ച് പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത് തന്നെ. അതിനൊരു കാരണമുണ്ട്. യാതൊരു ടെൻഷനും ഇല്ലാതെ ഓം ശാന്തി മന്ത്രം ജപിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ കോളേജിൽ നിന്നോടെ ഇറങ്ങിയത്. ആ മനസ്സിലൂടെ എനിക്ക് ഇതുവരെ ഒരു ടെൻഷനും ഉണ്ടായിട്ടില്ല. കാരണം ഈ ഒരു വലിയൊരു സദസ്സിൽ നിന്നുകൊണ്ട് ഈ ബ്രഹ്മകുമാരസ് എന്ന് പറയുന്ന ഈ ഒരു പ്രസ്ഥാനം 147 രാജ്യങ്ങളല്ല, ഈ പ്രപഞ്ചം മുഴുവൻ ഈ പ്രകാശം വ്യാപിക്കട്ടെ എന്ന് ആശിച്ചുകൊണ്ട് നിങ്ങളോടെല്ലാം സ്നേഹത്തിന് പക്ഷേ ഞാൻ നിർത്തുന്നു. ഓം ശാന്തി, ഓം ശാന്തി, ഓം ശാന്തി. മാത്രമാണ് എനിക്കും ഇതുപോലുള്ള സ്ട്രെസ്സുകളൊന്നും ഇല്ലാതെയൊക്കെ പോകുന്നത്. ഇങ്ങനെയുള്ള ഇപ്പൊ ഇവിടെ പറഞ്ഞ പോലെ ഉജ്ജ്വല ഭാരതം ആത്മീയ സാക്ഷാത്കാരത്തിലൂടെ നമ്മുടെ ഏതൊക്കെ പ്രവർത്തനങ്ങളാണെങ്കിലും നമ്മുടെ ആത്മീയവും ഇതുപോലെ യോഗവും ധ്യാനങ്ങളും ഒക്കെ കൈമുതലായി പിടിച്ചുകൊണ്ട് നമ്മുടെ സംസ്കാരവും പൈതൃകവും എല്ലാം കൈമുതലായി പിടിച്ചുകൊണ്ട് നമുക്ക് മുന്നേറാമെങ്കിൽ ഏത് മേഖലകളിലും തിളങ്ങാൻ സാധിക്കും എന്നുള്ളതാണ് വളരെ അടിവരയിട്ട് ഞാൻ പറയുകയാണ്. വളരെയധികം സത്യമാണ്. മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈശ്വര സാക്ഷാത്കാരം. ഇതിന് പ്രധാനമായിട്ട് വേണ്ടത് നമ്മുടെ മനസ്സിന്റെ നിയന്ത്രണം. ഇത് നിയന്ത്രിക്കാൻ പല ഉപാധികളുണ്ട്. യോഗങ്ങൾ അതിന് 4 തരത്തിൽ വിവേകാനന്ദ സ്വാമി പറഞ്ഞിട്ടുണ്ട്. ഭക്തിയോഗം, കർമ്മയോഗം, രാജയോഗം, ജ്ഞാനയോഗം. ഇതില് ഏതെങ്കിലും ഒരു യോഗം അല്ലെങ്കിൽ അതിനെല്ലാം സമന്വയിപ്പിച്ചുകൊണ്ടും വേണമെങ്കിൽ നമുക്ക് സാധന ചെയ്ത് നമ്മുടെ ജീവിത ലക്ഷ്യത്തിലേക്ക് എത്താം. ഈ മഹത്തരമായ ചടങ്ങിനെ സാന്നിധ്യം കൊണ്ട് ധന്യമാക്കി തീർക്കുന്ന ബ്രഹ്മകമ്മീസിന്റെ പ്രിയങ്കരായ പ്രവർത്തകരെ, വളരെ സുദീർഘമായ ഒരു പ്രസംഗത്തിന് പറ്റിയ സമയമല്ല എന്നറിയാം. ഈ മെഡിറ്റേഷനും ഇതിന്റെ വിവിധ പരിപാടികളും ഒക്കെ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. എന്നിരുന്നാലും വളരെ കുറച്ചു സമയം ഇവിടെ നിങ്ങളോടൊപ്പം പങ്കുചേർന്നപ്പോൾ മനസ്സിന് എന്തെന്നില്ലാത്തൊരു ശാന്തിയും സമാധാനവും, അത് ചിലപ്പോൾ നിങ്ങളുടെ നിർമ്മലമായ മനസ്സിന്റെ കൂട്ടായ്മയുടെ പരിണിത ഫലമായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇവിടെ ഉജ്ജ്വല ഭാരതം ആത്മീയ ശാക്തീകരണത്തിന്റെ കാലഘട്ടം, വനിതാ ശാക്തീകരണത്തിന്റെയും ആത്മീയ ശാക്തീകരണത്തിന്റെയും കാലഘട്ടമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആനുകാലിക സാഹചര്യത്തിൽ എല്ലാ മനുഷ്യരും ഒട്ടേറെ ആശങ്കയിലൂടെയും ഒട്ടേറെ പ്രശ്നങ്ങളിലൂടെയും കടന്നുപോവുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ അവരെ നേർവഴിക്ക് നയിച്ചുകൊണ്ട് അവർക്ക് ശാന്തിയും സമാധാനവും പകർന്നു നൽകുന്നതിനോടൊപ്പം ലോകത്തിന് മുഴുവൻ ശാന്തിയും സമാധാനവും ഉണ്ടാവണമെന്ന മഹത്തായ ലക്ഷ്യത്തെ മുൻനിർത്തി പ്രവർത്തിക്കുന്ന ബ്രഹ്മകുമാരീസിന്റെ പ്രവർത്തകരെ അഭിനന്ദിക്കുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ബ്രഹ്മകുമാരീസ് ഈശ്വരവിദ്യാലയം മുന്നോട്ട് വെച്ചിരിക്കുന്ന പ്രമേയം ഉജ്ജ്വല ഭാരതം ആത്മീയ ശാക്തീകരണത്തിലൂടെ എന്നുള്ളതാണ്. വളരെ കാലോചിതമായ ഒരു വിഷയമാണ് എന്നുള്ള ചിത്രമില്ല. നമ്മുടെ ഭാരതത്തെ ഉജ്ജ്വലമാക്കുന്നതിന് ആത്മീയ ശാക്തീകരണം ആവശ്യമാണ് എന്നുള്ള പ്രമേയം അത് ഭാരതത്തിൽ നിന്നല്ല ലോകം മുഴുവൻ ഉപകാരപ്പെട്ടെ എന്ന് ആശംസിക്കുകയാണ്.
ശരിക്കും പറയുകയാണെങ്കിൽ ചങ്ങനാശ്ശേരി സെന്ററിന് ഏറ്റവും അഭിമാനിക്കാവുന്ന ദിവസമാണ്. ചങ്ങനാശ്ശേരി ശരിക്കും കോട്ടയത്തിന്റെ കീഴിൽ വന്ന ഏറ്റവും പുരാതനമായ പഴയ സെന്ററാണ്. പിന്നെ പങ്കജ് സിസ്റ്ററിന് ഇൻവിറ്റേഷൻ ലെറ്റർ എഴുതി അതിൽ പറഞ്ഞിരുന്നു നമ്മുടെ റോസി ബെഞ്ചിയാണ് ഇത് വന്ന് സ്ഥാപിച്ചതെന്നൊക്കെ. അപ്പൊ അതിന്റെ അർത്ഥം പഴയവരുടെ കൈയുണ്ട് ഇവിടെ, പഴയവരുടെ സങ്കല്പമുണ്ട്. ബെഞ്ചിമാർക്കൊക്കെ സങ്കല്പമുള്ള സെന്ററാണ്. അപ്പൊ ഒരു പവറുണ്ട്. നിങ്ങൾ ഓരോരുത്തരും, അതായത് ആരാണോ ചങ്ങനാശ്ശേരിയിൽ നിമിത്തമായ പഴയ ആത്മാക്കൾ, അവരെല്ലാവരും വളരെ ശക്തിശാലികളായിരിക്കും. കാരണം പഴയവർ എപ്പോഴും ഓരോ സെന്ററിലും വലിയ വലിയ കുടുംബാംഗങ്ങളായിരിക്കും, മുതിർന്നവരായിരിക്കും. അതുകൊണ്ട് തീർച്ചയായിട്ടും അവരുടെ സങ്കല്പങ്ങളും വളരെ ശക്തിശാലിയായിരിക്കും. ഇതെല്ലാ ദിവസവും പവർഫുൾ ആയിട്ട് സങ്കല്പിക്കണം. എത്രയും പെട്ടെന്ന് ഈ വീട് പണിതുയരുകയാണ്. പിന്നെ സ്ഥലം വാങ്ങിച്ചു, അത് ശരി തന്നെയാണ്. ആ സ്ഥലത്ത് നമ്മളുടെ ഓരോരുത്തരുടെ ഇഷ്ടിക വരണം, അതും കൂടെ എല്ലാവരും സങ്കല്പിക്കണം. എല്ലാവരുടെയും ഒരു ഇവിടെ എല്ലാവർക്കും ഷെയർ ചെയ്യാം. അത് മനസ്സവാച കർമ്മണ തൻ മൻ ധൻ അല്ലേ ബാബ പറയുന്നത്. എല്ലാവർക്കും ഉയർന്ന ഭാവന വയ്ക്കാം, എത്രയും പെട്ടെന്ന് ഈ വീട് പണി പൂർത്തിയാകട്ടെ എന്നും. അതുപോലെ എല്ലാവർക്കും എന്ത് വേണമെങ്കിലും ഷെയർ ചെയ്യാം. നമ്മളെല്ലാവരും തന്നെയാണ്, ബ്രാഹ്മണരെ തന്നെയാണ് യഥാർത്ഥത്തിൽ ബാബയുടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഒരു വീടൊക്കെ പണിയാന്നൊക്കെ പറയുമ്പോൾ അത് വളരെ വലിയ സേവനമാണ്. ആ സേവനം പൂർത്തിയാക്കി കംപ്ലീറ്റ് ചെയ്ത് എടുക്കാമെന്ന് പറഞ്ഞാൽ അതിന്റെ പിന്നിൽ ഒരുപാട് പേര് സഹകരിച്ചാലേ പറ്റും. ഓരോരുത്തരും സഹകരിക്കും, ഭാഗ്യം നേടും. നമുക്ക് എല്ലാവർക്കും ഭാഗ്യം ഉണ്ടാക്കാനുള്ള ഒരു വളരെ വലിയൊരു അവസരമാണ്. ഇപ്പോഴില്ലെങ്കിൽ ഇനി ഒരിക്കലും നമുക്ക് അവസരം കിട്ടാൻ പോകുന്നില്ല. ഇതെല്ലാവരും ചേർന്ന് തന്നെ ബാബയ്ക്ക് അഥവാ ഒരു ശിവാലയം ഇവിടെ പടുത്തുയർത്താം. എല്ലാവരുടെയും സഹയോഗം ഉണ്ടാവുമെന്ന പ്രതീക്ഷയോടെ എല്ലാവർക്കും വീണ്ടും വീണ്ടും മനസ്സ് നിറയെ സ്നേഹത്തോടെ ഈ ഒരു വലിയ പ്രവർത്തനത്തിന്, ഈ ഒരു വലിയ ശുഭകാര്യത്തിന് ആശംസകൾ നേരുന്നു. ഓം ശാന്തി. കൈ അടിച്ചുകൊണ്ടേയിരിക്കും. സംഭൂജ്യ സ്വാമിജിക്ക് ആദരണീയായ ബഹൻജി ഈശ്വരീയ ബഹുമാനം സമർപ്പിക്കുന്നു. ഓം ശാന്തി. എനിക്ക് ഇവിടുത്തെ ചങ്ങനാശ്ശേരി സെന്ററിന്റെ ഇതിൽ വന്നിട്ട് നമ്മൾ വന്നിട്ട് ഓരോരുത്തരും സങ്കല്പിക്കുക, നാം എല്ലാവരും ചേർന്ന് നമ്മൾ ലൈറ്റ് ഹൗസ് ആയിട്ടും നൈറ്റ് ഹൗസ് ആയിട്ടും ഇരുന്ന് എല്ലാവർക്കും എല്ലാ വിധത്തിലും എല്ലാ നന്മകളും കെട്ടിട്ട് എന്ന് ചൊല്ലിട്ട് പറഞ്ഞിട്ട് നമ്മൾ ഓരോരുത്തരും സങ്കല്പമാക്കിയുമ്പോൾ തീർച്ചയായിട്ടും അത് എല്ലാവർക്കും കിട്ടും. ലോകത്തിലുള്ള എല്ലാവർക്കും ലൈറ്റ് ഹൗസ് ആയിട്ടും നൈറ്റ് ഹൗസ് ആയിട്ടും ഇരുന്ന് ഈ സെന്ററിൽ നിന്ന് ഈ വൈബ്രേഷൻ കെട്ടിട്ട് ആശംസകൾ അർപ്പിക്കുന്നുണ്ട്. ഓം ശാന്തി. നന്ദി ശിവകുമാർ ഭായ്. അടുത്തതായി ആശംസകൾ അർപ്പിക്കുന്നതിനായി രാജയോഗി ബ്രഹ്മകുമാർ മദൻ അവരെ ക്ഷണിക്കുന്നു. ஓம் சாந்தி. கேரளாவுக்கு என்ன ஒரு ஸ்பெஷாலிட்டினா, கேரளா காட்ஸ் ஓன் லேண்ட். எல்லாருக்கும் தெரியும். ஆனால் எத்தனையோ அம்பலம் கோயிலெலாம் இருக்குது, கோவில் இருக்குது. ஆனால் அது வந்து கடவுளுடைய வீடுன்னு சொல்ல முடியாது, காட்ஸ் ஹவுஸ் கிடையாது. ஆனால் சென்னாச்சேரியில் ஒரு பாக்கியம், கடவுளுடைய ஓன் லேண்டாகிய கேரளாவில் கடவுளுடைய ஓன் ஹவுஸ், காட்ஸ் ஓன் ஹவுஸ் கோயிங் டு பி எஸ்டாப்ளிஷ்ட் அட் செங்கனாச்சேரி. அதனால செங்கனாச்சேரியில் இருக்கக்கூடிய எல்லா புதர் சிஸ்டர்ஸ்க்கும் கங்க்ராச்சுலேஷன். ஓம் சாந்தி.
നന്ദി ആദരണീയനായ മദൻ ഭായി, രാജ്യോഗി ബ്രഹ്മകുമാർ ശിവകുമാർ ഭായിയും രാജ്യോഗി ബ്രഹ്മകുമാർ മദൻ ഭായിയും സമർപ്പിത ജീവിതം നയിച്ചു വരികയാണ്. സദസ്സിലിരിക്കുന്ന സർവശക്തിവാൻ ബാബയുടെ സന്താനങ്ങളിൽ ഇന്ന് ചങ്ങനാശ്ശേരിയിലെ ബാബയുടെ സ്വന്തം ഭവനം ജ്ഞാനധ്യാന മന്ദിരത്തിനുള്ള ശിലാന്യാസം നടന്നിരിക്കുകയാണ്. ഇന്നത്തെ മധുര മഹവാക്യങ്ങളിലെ ഭഗവാന്റെ വിശേഷ വരദാനമായിരുന്നു. ബ്രഹ്മകുമാരന്മാർക്ക് ജീവിതത്തിന്റെ അടിസ്ഥാനം ഓർമ്മയും സേവനവും. ബാബയുടെ ഈ ഭവനം തയ്യാറാക്കാൻ എല്ലാവർക്കും അവരവരുടെ ശരീരവും മനസ്സും ധനവും സമ്പത്തുകളും സമർപ്പണങ്ങളും എല്ലാ സിദ്ധികളും എല്ലാ കലകളും കഴിവുകളും സഫലീകരിക്കാൻ ബാബ അവസരം തന്നിരിക്കുകയാണ്. ബാബ പറയാറുണ്ട്, ചാൻസ് ഈശ്വരൻ തരും, ആര് ചാൻസ് എടുക്കണോ അവർ ചാൻസലർമാരായി മാറും. അതുകൊണ്ട് ഈ അവസരം സദുപയോഗം ചെയ്ത് ചാൻസലർമാരായി മാറുന്ന ബാബയുടെ മക്കൾക്കെല്ലാം ഈ അഡ്വാൻസ് ഹൃദയത്തിൽ നിന്നുള്ള ആശംസകളും സമർപ്പിക്കുകയാണ്. ഒപ്പം ഭാഗ്യമുണ്ടാക്കാനുള്ള പേന ശ്രേഷ്ഠ കർമ്മമാണ്. ബാബ നമുക്കതാണ് തന്നിരിക്കണം. അതുകൊണ്ട് എല്ലാ അർത്ഥത്തിലും ശ്രേഷ്ഠ കർമ്മം ചെയ്യാൻ ഭവനത്തിന്റെ ഈ നിർമ്മാണ കാലഘട്ടം മുഴുവൻ ബാബയുടെ മക്കൾക്ക് അവസരം കിട്ടുകയാണ്. തന്റെ ശ്രേഷ്ഠ കർമ്മത്തിലൂടെ അവനവന്റെ ശ്രേഷ്ഠ ഭാഗ്യത്തിന്റെ രേഖ നീട്ടി വരയ്ക്കാൻ ഈ അവസരം ഒരു സുവർണ അവസരമായി എല്ലാവരും സഫലമാക്കി സഫലത നേടുമെന്ന് ശുഭസങ്കല്പത്തോടെ ഏവർക്കും നന്ദി, നമസ്കാരം. ഭാരതം എന്ന വാക്കിന്റെ അർത്ഥം തന്നെ പ്രകാശത്തിലൂടെ ഉയർന്ന നാട് എന്നാണ്. എന്താണ് പ്രകാശം? പ്രകാശം എന്ന് പറയുന്നത് ജ്ഞാനമാണ്, അറിവാണ് പ്രകാശം. അറിവിന്റെ പ്രകാശത്തിലൂടെ ഉയർന്ന നാടാണ് ഭാരതം. ആർഷഭാരതത്തിന്റെ സംസ്കൃതിയും പ്രതാപവും പ്രൗഢിയും എല്ലാം നിലകൊള്ളുന്നത് പ്രപഞ്ച മഹേശ്വരനായ പരമാത്മാവിൽ നിന്നും ഈ ഭൂമിയിലേക്ക് ഒഴുകുന്ന ജ്ഞാനത്തിന്റെ ഗംഗാ പ്രവാഹം നാം ഓരോ വ്യക്തികളും ഓരോ മാനവ മനസ്സുകളും തന്റെ ഹൃദയത്തിൽ നിറയ്ക്കുമ്പോൾ ആ അറിവിന്റെ ഗംഗയൊഴുകി ആ അറിവിന്റെ മഹാസാഗരം നമ്മുടെ ഹൃദയത്തിൽ നിറയുമ്പോൾ അത് നമ്മുടെ ഹൃദയത്തിന്റെ അഗാധതയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമ്മൾ ഒരു വ്യക്തികളും ഈ ജ്ഞാനം നമ്മുടെ സംസ്കാരമാക്കി മാറ്റുന്നു. ദീനവിഭജിക്ക് ഞാൻ ഹൃദയപൂർവ്വം സ്നേഹപൂർവ്വം നന്ദി പ്രകാശിപ്പിക്കുകയാണ്. അടുത്തതായി ഈ ചടങ്ങിന് ഉദ്ഘാടനം നിർവഹിച്ചത് ശ്രീ ചിറ്റയം ഗോപകുമാർ, ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി സ്പീക്കർ കേരള. അദ്ദേഹം നമ്മളോട് വളരെ നല്ലൊരു സന്ദേശമാണ് ഇന്ന് നൽകിയത്. അദ്ദേഹം പറഞ്ഞു, മൃഗീയ മനുഷ്യരുണ്ട്, കല്ല് മനുഷ്യരുണ്ട്. മൃഗീയ മനുഷ്യർ എന്ന് പറഞ്ഞു ബുദ്ധിയില്ലാത്ത മനുഷ്യർ, കല്ല് മനുഷ്യര് മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നവരാണെന്ന് പറഞ്ഞു, പിന്നെ മര മനുഷ്യരുണ്ടെന്ന് പറഞ്ഞു. അടുത്തത് നമ്മുടെ ആദരണീയനായ സ്വാമിജി, സ്വാമി നിർവാണാനന്ദജി മഹാരാജ്, ശ്രീരാമകൃഷ്ണ ആശ്രമം പ്രസിഡന്റ് തിരുവല്ല. അദ്ദേഹം നമ്മളോട് പറഞ്ഞത് ഈശ്വര സാക്ഷാത്കാരമാണ്, അഥവാ ഈശ്വരന് സമാനമാവുകയാണ് മാനവ ജീവിതത്തിന്റെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്ക് പ്രയാണം ചെയ്യുന്നവരാണ് ബ്രഹ്മകുമാരീസ്. അദ്ദേഹവും ബ്രഹ്മകുമാരീസിന്റെ പ്രവർത്തനങ്ങളെ മുക്തകണ്ഠം പ്രശംസിച്ചു. അദ്ദേഹത്തിന് വളരെ ഹൃദയപൂർവ്വം സ്നേഹപൂർവ്വം നന്ദി പ്രകാശിപ്പിക്കുകയാണ്. പാർവതി